എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അതിനു മുമ്പ് നമുക്ക് നല്ല ടേസ്റ്റും കളറുമുള്ള വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് ഈ വൈന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഇതിനു മുമ്പൊക്കെ ഉണ്ടാക്കിയ കുറച്ച് പഴയ വൈനാണ് ഇരിക്കുന്നത്. ഇത് 1 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇത് ഏകദേശം 1.5 വർഷമായ വൈനാണ്. ഈ പുറയിൽ കാണുന്ന 2 വൈന് ഒരുപാട് വർഷമായതാണ്. ഏകദേശം 5 വർഷത്തിൽ കൂടുതലായ വൈനാണ്. പഴകുന്നതിനനുസരിച്ച് വൈനിന് നല്ല വീര്യവും ടേസ്റ്റും കൂടും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും പുതിയ വൈൻ കൊടുക്കുന്നതാണ് നല്ലത്. സാധാരണ മുന്തിരി വൈൻ ഉണ്ടാക്കുമ്പോൾ കളറില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര കരിച്ച് ചേർക്കാറുണ്ട്. ഇത് ഒട്ടും കളർ ചേർക്കാത്ത മുന്തിരിയുടെ വൈനാണ്. ഈ നല്ല കളറുള്ള വൈൻ തീരെ വെള്ളം കുറച്ച് ഒട്ടും കുരുവില്ലാത്ത മുന്തിരി ഉപയോഗിച്ചുണ്ടാക്കിയ വൈനാണ്. അതാണ് ഇത്രയും കളർ കിട്ടിയിരിക്കുന്നത്. ഓരോ വൈനും വൈന് വേണ്ടി ഉപയോഗിക്കുന്ന മുന്തിരിയുടെ കളർ അനുസരിച്ചും അതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവിൻ്റെ വ്യത്യാസവും അനുസരിച്ച് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം വരും. ഇത് ഏറ്റവും പുതിയ വൈനാണ്. ഇത് വൈനായിട്ട് വരുന്നതേ ഉള്ളൂ. ഒട്ടും വീര്യമില്ലാത്ത വൈനാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലുള്ള വൈൻ കൊടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ നല്ല കളറും ഉണ്ടായിരിക്കും. ഇതെല്ലാം മുന്തിരി കൊണ്ടുള്ള പല സമയത്തായിട്ടുണ്ടാക്കിയ വൈനുകളാണ്. ഇനി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 2 കിലോ കുരുവുള്ള മുന്തിരിയാണ്. ഇതിന് കുറച്ച് പുളിയൊക്കെയുള്ള മുന്തിരിയാണ്. ഇത് സാധാരണ വെള്ളത്തിൽ 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. ഇവിടെ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. മുന്തിരിക്കകത്താണ് ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് സമയം മുക്കി വയ്ക്കുന്നത്. ഒരു അരമണിക്കൂർ സമയമാണ് ഇത് മുക്കി വെക്കുന്നത്. ഒരുപാട് സമയം മുക്കി വെക്കരുത്. ഒരുപാട് സമയം മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരിക്കകത്തോട്ട് ഉപ്പൊക്കെ പിടിക്കാൻ തുടങ്ങും. അരമണിക്കൂർ ഉപ്പുവെള്ളത്തിലിട്ടതിന് ശേഷം ഇത് നല്ലവണ്ണം സാധാരണ പച്ചവെള്ളത്തിൽ പല പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കണം. ഇതുപോലെ മുന്തിരി നികക്കെ വെള്ളം ഒഴിച്ച് വേണം വെക്കാൻ. അതിനുവേണ്ടി കുറച്ച് വലിയ പാത്രം എടുക്കുന്നതാണ് നല്ലത്. മുന്തിരിയെല്ലാം സാധാരണ വെള്ളത്തിൽ കഴുകി ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളമെല്ലാം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഉണങ്ങിയ കോട്ടൺ തുണിയാണ്. അതിനു വേണ്ടിയിട്ട് നല്ല വൃത്തിയുള്ള ഏത് തരത്തിലുള്ള കോട്ടൺ തുണിയും ഉപയോഗിക്കാം. കോട്ടൺ തുണിയുടെ മുകളിലായിട്ട് മുന്തിരി ഇതുപോലെ ഒന്ന് അടർത്തിയിട്ട് കൊടുക്കണം. ഇതിലെ വെള്ളമെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. മുന്തിരി വൈൻ ഉണ്ടാക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ കേടായ മുന്തിരി ഉണ്ടെങ്കിൽ അതും മാറ്റണം. അല്ലെങ്കിൽ മുന്തിരി കേടാകാനോ പൂത്തു പോകാനോ ഉള്ള സാധ്യതയുണ്ട്. വൈൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സിൽ ഒരിക്കലും പച്ചവെള്ളം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമതായിട്ട് ഒട്ടും കേടായ ഫ്രൂട്ട്സ് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഇവിടെ നല്ല മുന്തിരിയെല്ലാം തണ്ടിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. കേടായ മുന്തിരിയും പഴുക്കാത്ത മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലെ വെള്ളമെല്ലാം ഉണങ്ങിയപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കിലോ മുന്തിരിക്ക് 1.5 കിലോ പഞ്ചസാരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1/4 കപ്പ് ഗോതമ്പ്, 10-12 ഗ്രാമ്പു, കുറച്ച് കറുവാപ്പട്ട, 2 നുള്ള് ഈസ്റ്റ്. ഇത് ഒരു മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള ഇതുപോലെ ഒട്ടും ഉണ്ണിയില്ലാതെ ഇതുപോലെ നമുക്ക് മുട്ടയിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇതിനുശേഷം മുട്ടയുടെ വെള്ള ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. മുട്ടയുടെ വെള്ള ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല തെളിഞ്ഞ വൈൻ കിട്ടുകയുള്ളൂ. കാണാനൊക്കെ നല്ല ആ വൈൻ്റെ ലുക്ക് വേണമെങ്കിൽ ഇതുപോലെ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കണം. 4 ലിറ്റർ വെള്ളം തിളപ്പിച്ചാറിയതാണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇത് 10 ലിറ്ററിൻ്റെ ഒരു ഗ്ലാസ് ജാറാണ്. ഇതിലാണ് ഈ വൈൻ ഉണ്ടാക്കുന്നത്. ഇതിന് പകരമായിട്ട് ഭരണിയുള്ളവർ ഭരണിയിലാണെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ഭരണിയോ ഗ്ലാസ് ജാറോ ആണ് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ലത്. മുന്തിരി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈൻ ഇളക്കുന്നതിന് വേണ്ടി എപ്പോഴും തടിയുടെ സ്പൂൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. മുന്തിരി ഒന്ന് നികത്തിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് എടുത്തു വച്ചിരിക്കുന്ന പകുതി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് 2-3 ലെയറായിട്ട് പഞ്ചസാരയും മുന്തിരിയും ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് നികത്തിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ഗ്രാമ്പു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് പകുതി ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
10 കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് മൂക്കാത്ത കറുവാപ്പട്ടയാണ്, അധികം സ്ട്രോങ് അല്ല. നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള കറുവാപ്പട്ടയാണുള്ളതെങ്കിൽ അളവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് മുകളിലായിട്ട് ബാക്കി മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എടുത്തു വച്ചിരുന്ന മുന്തിരി മുഴുവൻ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നികത്തി കൊടുക്കാം. ചിലർ മുന്തിരി പൊട്ടിച്ചതിന് ശേഷമാണ് വൈൻ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ പൊട്ടിച്ചു കൊടുക്കുന്നില്ല. 2-3 ദിവസം കഴിയുമ്പോൾ മുന്തിരി തന്നെ പൊട്ടി വരാൻ തുടങ്ങും. ബാക്കി എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 15 മുതൽ 21 വരെ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് വൈൻ ഊറ്റിയെടുക്കാം. പഞ്ചസാരയും ഒന്ന് നികത്തി കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും മുന്തിരിയും മുഴുവൻ ചേർത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്തതായി എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ്, കറുവാപ്പട്ട, മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് അടിച്ചെടുത്തത് ഇവയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. 2 നുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ പുളിച്ചു പോയി നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് 2 മുതൽ 4 ലിറ്റർ വരെ ഏതളവിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുന്തിരിയുടെ ഏകദേശം മുകളിലായിട്ട് വരുന്ന ആ ഒരളവ് നോക്കിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 3 ലിറ്റർ വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുള്ള സ്പേസ് ഇട്ടിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലും കൂടുതൽ വെള്ളം ഒഴിക്കുന്നവർ കുറച്ചും കൂടെ വലിയ ജാർ എടുത്താൽ മതി. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇതേപടി അടച്ചു വെച്ച് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തുറക്കുന്നുള്ളൂ. ആദ്യമായിട്ട് ഇളക്കുന്നത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. 3 ദിവസം അടച്ചു വെച്ചതിന് ശേഷം ഇത് ഒന്ന് തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പതയൊക്കെ വരും. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് പഞ്ചസാര അലിയാതെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കാണാം. 3-ാമത്തെ ദിവസം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരും. ഉണങ്ങിയ മരത്തിൻ്റെ സ്പൂൺ കൊണ്ട് നല്ലവണ്ണം അടി കൂട്ടിയൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയമാകുമ്പോഴേക്ക് മുന്തിരിയൊക്കെ പൊട്ടി വരാൻ തുടങ്ങും. ഇതിപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മുന്തിരി അവിടെ ഇവിടെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. 3-ാമത്തെ ദിവസം ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഇത് ഇളക്കി കൊടുക്കണം. എല്ലാ ദിവസവും ഇളക്കുമ്പോൾ ഒരേ സമയത്ത് തന്നെ ഇളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെയാണ് ഇളക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വൈകുന്നേരമാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 3-ാമത്തെ ദിവസം വൈൻ ഇളക്കിയതിന് ശേഷം ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ 8-ാമത്തെ ദിവസമാണ്. ഇതൊന്ന് തുറന്നു നോക്കാം. 8-ാമത്തെ ദിവസം തുറന്നു നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുന്നത്. മുന്തിരിയൊക്കെ മുഴുവനായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. വൈൻ ഉണ്ടാക്കുന്നത് 8-ാം ദിവസം വരെയുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ബാക്കിയുള്ളത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ക്രിസ്തുമസിനുള്ള വൈൻ ഇപ്പോഴേ ഉണ്ടാക്കാൻ തുടങ്ങിയാലേ സമയമാകുമ്പോഴേക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ. എല്ലാവരും ഇതുപോലെ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈൻ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടും. ഇന്നത്തെ വൈൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.